പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. അവിടുത്തെ വനിതാ ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തം ഉണ്ടായത് അറിഞ്ഞ ഉടൻ തന്നെ ICUവിൽ ഉള്ള രോഗികളെ ഉൾപ്പെടെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നാണ് നിഖിൽ പ്രമേശ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുക പടർന്നതോടെ ICUവിൽ ഉണ്ടായിരുന്നവരെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അടച്ചു. ആർക്കും പരുക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ഉടനെ തന്നെ ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പുക പടരുന്നത് കണ്ടാണ് ICUവിൽ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളും നഴ്സുമാർ ഓടുന്നത് കണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ മരുന്നുകളും റെക്കോർഡുകളും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഈ പുക പടർന്നു പിടിക്കുന്നത് കണ്ടാണ് ഈ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് വാർഡുകളിൽ ഫീമെയിൽ വാർഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഷോർട്ടായി ഒരേ തീപിടുത്തം ഒക്കെ ആളുകളൊക്കെ കുറ്റിയൊക്കെ എടുത്ത് ഓടി, പൈസയും കൂടി എടുക്കാതെ ഫോണും കൂടി എടുക്കാതെ ജീവനെ രക്ഷാതെ പറഞ്ഞ ഒറ്റ ഓട്ടമാണ്. ഒക്കെ ഓടി രക്ഷപ്പെട്ടോളിന്ന് ഒരു സൗണ്ട്. രോഗികള് തവിക്കണം, ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പാലക്കാട് നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഈ വാർഡുകളിലും മറ്റും ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പരിഭ്രാന്തരായി വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു, രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും ഇപ്പോൾ ICUവിലൊക്കെ കിടക്കുന്ന ആളുകളെ വളരെ വേഗത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും തന്നെ മറ്റ് അസ്വസ്ഥതകളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് വ്യക്തമായിട്ടില്ല. AC-യിൽ നിന്നോ മറ്റുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പുകയും മറ്റും ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് എന്തായാലും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജില്ലാശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതിന്റെ പുറകുവശത്താണ്, അതായത് ഈ റെക്കോർഡുകളും മരുന്നുകളും ഒക്കെ സൂക്ഷിക്കുന്ന ആ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ നിന്നുള്ള പുക കണ്ടാണ് ഈ വാർഡിലുണ്ടായിരുന്ന ആളുകളും മറ്റും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടായത്. ദീർഘനേരം അവരെല്ലാവരും തന്നെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. ഈ പൂർണ്ണമായി ഇവിടുത്തെ വൈദ്യുതി ബന്ധം നിലവിൽ വിച്ഛേദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി മറ്റ് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായി ഇവിടുത്തെ വൈദ്യുതി ബന്ധം ഇപ്പോൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഇടങ്ങളിൽ മാത്രം എമർജൻസികളും മറ്റും ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. തീ പൂർണ്ണമായി കെടുത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. അപ്പൊ അതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ. ആശ്വാസകരമാണ് അവിടുത്തെ വാർത്ത. തീപിടുത്തം ഉണ്ടായെങ്കിലും ആർക്കും പരുക്കില്ല എന്നുള്ള വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്.